ലക്ഷക്കണക്കിന് കൗമാരക്കാർ ഒരു നോക്ക് കാണാൻ ആഗ്രഹിക്കുന്ന ഒരു താരം. കേരളം ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത ഇന്റർനെറ്റിൽ തരംഗം സൃഷ്ടിച്ച വ്യക്തി. പക്ഷേ ആ ക്യാമറയ്ക്ക് പിന്നിൽ നിഹാദ് എന്ന വ്യക്തി അനുഭവിച്ച സംഘർഷങ്ങൾ. ആരാണ് യഥാർത്ഥ തൊപ്പി? അവൻ എങ്ങനെയാണ് ഇങ്ങനെ ആയിത്തീർന്നത്? നമുക്ക് നോക്കാം. കണ്ണൂരിൽ ഒരു സാധാരണ യാദൃശ്ചിക കുടുംബത്തിലാണ് നിഹാദിന്റെ ജനനം. പഠനത്തിൽ അത്ര മിടുക്കനല്ലാത്ത നിഹാദ് തൻ്റെ ഒരു ലോകത്തിനുള്ളിൽ ഒതുങ്ങിക്കൂടാൻ താല്പര്യപ്പെടുന്ന ഒരു വ്യക്തിയായിരുന്നു. വീട്ടിലെ കടുത്ത നിയന്ത്രണങ്ങളും പിതാവുമായുള്ള അഭിപ്രായ വ്യത്യാസം അവനെ കൂടുതൽ ഏകാന്തനാക്കി. 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു ഗെയിമിന് വേണ്ട പണത്തിനായി ഒരു കടയിൽ മോഷണം നടത്തി. മോഷ്ടിച്ച് ഇറങ്ങി ഓടുന്നതിനിടെ പണം വഴിയിൽ കളഞ്ഞുപോയി. നാട്ടുകാർ ഓടിപ്പിടിച്ച് കെട്ടിയിട്ടു. അതോടെ പിതാവ് അവനെ സ്കൂളിൽ നിന്ന് പുറത്താക്കി. 10ാം ക്ലാസ്സിൽ പുതിയ സ്കൂളിലെത്തിയെങ്കിലും അവിടെയും പല പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നു. അതോടെ പഠനം നിർത്തി. ആരോടും സംസാരിക്കാതെ ഒരു സോഷ്യൽ ആങ്സൈറ്റിയിലൂടെ കടന്നുപോവുകയായിരുന്നു നിഹാദ്. പുറം ലോകത്ത് ആരോടും സംസാരിക്കാൻ കഴിയാതിരുന്ന നിഹാദ് തൻ്റെ മുറിക്കുള്ളിലെ കമ്പ്യൂട്ടറിന് മുന്നിൽ ഒരു രാജാവായി. പബ്ജി ഗെയിമിങ്ങിലൂടെയാണ് അവൻ തൻ്റെ കരിയർ തുടങ്ങുന്നത്. മിസ്റ്റർ തൊപ്പി എന്ന പേരിൽ അവനൊരു പുതിയൊരു വ്യക്തിത്വം കെട്ടിപ്പടുത്തു. നിഹാദിന് പറയാൻ കഴിയാത്ത കാര്യങ്ങൾ തൊപ്പി ഉറക്കെ വിളിച്ചു പറഞ്ഞു. അശ്ലീല വാക്കുകളും ഉറക്കെയുള്ള ചിരിയും കീബോർഡ് അടിച്ചു പൊട്ടിക്കലുമൊക്കെ മലയാളികൾക്ക് പുതിയൊരു അനുഭവമായിരുന്നു. വളരെ പെട്ടെന്ന് തന്നെ ലക്ഷക്കണക്കിന് സബ്സ്ക്രൈബേഴ്സിനെ അവൻ സ്വന്തമാക്കി. പ്രശസ്തിക്കൊപ്പം വിവാദങ്ങളും അവനെ തേടിയെത്തി. വളാഞ്ചേരിയിലെ ഉദ്ഘാടനത്തിന് 10,000-കണക്കിന് കുട്ടികളാണ് ദേശീയപാത തടസ്സപ്പെടുത്തി എത്തിയത്. ഇത് കേരളത്തെ ഞെട്ടിച്ചു. തൊപ്പിയുടെ സംസാര രീതി കുട്ടികളെ വഴിതെറ്റിക്കുന്നു എന്ന പരാതികളും ഉയർന്നു. ഒടുവിൽ കൊച്ചിയിലെ ഫ്ലാറ്റിലെ വാതിൽ പൊളിച്ച് പോലീസ് അവനെ അറസ്റ്റ് ചെയ്തു. ലൈവിൽ വന്ന് അവൻ പറഞ്ഞൊരു കാര്യമുണ്ട്: ഞാൻ വെറും ഒരു ക്യാരക്ടർ മാത്രമായിട്ടാണ് അനുഭവിക്കുന്നത്. പക്ഷേ സമൂഹം അത് കണ്ടിട്ടില്ല. അവൻ പ്രശസ്തിയും ഉണ്ടായിട്ടും തൻ്റെ വീട്ടുകൾ ഒരിക്കലും തന്നെ അംഗീകരിക്കില്ല എന്നൊരു വിഷമം നിഹാദിനുണ്ടായി. ആ വേദന നിഹാദിനെ തകർത്തു കളഞ്ഞു. ഒടുവിൽ തൻ്റെ ജന്മദിനത്തിൽ അവൻ പ്രഖ്യാപിച്ചു: തൊപ്പി മരിച്ചു, ഇനി നിഹാദായി ജീവിക്കാമെന്നാണ് അവൻ ആഗ്രഹം. സൈബർ ലോകത്തെ പ്രശസ്തിക്ക് പിന്നിലെ കൈപ്പേറിയ ഒരു സത്യം കൂടിയാണ് നിഹാദിൻ്റെ ഈ ജീവിതം. സ്ക്രീനിന് മുന്നിൽ നമ്മൾ കാണുന്നതല്ല യഥാർത്ഥ ജീവിതം. കൂടുതൽ കണ്ടന്റിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.